ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ചെറിയൊരു യാത്രയാണ് പാലക്കാടേക്ക്. പാലക്കാട് മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ വരിക്കാശ്ശേരി മന മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷെ ഇന്നത്തെ പ്ലാന് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോടും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷൻ കവർ ചെയ്യണം. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഇരുടാണ്, കാരണം പുലർച്ചെ 4 മണിയാണല്ലോ. ഓക്കെ, ഇവിടെ തൽക്കാലം നമുക്ക് പിടിച്ച് കിട്ടാം അല്ലേ. മോശമായിപ്പോയി. എന്നാലും പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് നമ്മൾ ടൂർ പോകുമല്ലോ. ടൂർ പോകുന്നതിൻ്റെ അതേ അവസ്ഥയാണ് എനിക്ക്. പാലക്കാട് പോകുന്നതിന് എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുക്കണം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എക്സൈറ്റഡ് ആണ്. ഫ്രണ്ട്സുമായിട്ട് പോവായതുകൊണ്ട് അടിപൊളിയല്ലേ എപ്പോഴും നമ്മൾ ഫ്രണ്ട്സുമായിട്ടുള്ള യാത്രകൾ. ഞാൻ കുറച്ച് ലേറ്റായി. 4:15 ആകുമ്പോൾ നുഹു പടനിലത്തെത്തും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇൻട്രോ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അതുകൊണ്ട് 5 മിനിറ്റ് ലേറ്റാണ്. പക്ഷെ നമ്മൾ സമയം ക്യാച്ചപ്പ് ചെയ്യുന്നതായിരിക്കും. നുഹു എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ചെറിയൊരു വ്ളോഗാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടോ? കണ്ണ് കാണില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ കണ്ണട വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നീ ആരൊന്ന് വിളിച്ചോക്കെ. അവൻ ഉറങ്ങിയിട്ടില്ലടാ. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായി. എന്നെ കറക്റ്റ് സുബിയേച്ചി നേരത്തെ വിളിച്ചു. അതുകൊണ്ട് സത്യമായിട്ട് ഫോണിൽ അലാം അടിയെന്ന് ഞാൻ അറിയുന്നില്ലേ. 3 മണിക്കാണ് അലാം വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ അറിയുന്നില്ല. 3:08 സുബിയേച്ചി വിളിക്കണേ. ചാടി എണീറ്റേ. പക്ഷെ നല്ല മഞ്ഞു മൂടിയിടാ. പാലക്കാടിനെ കുറിച്ച് 2 വാർത്തകൾ പറഞ്ഞോളൂ. പാലക്കാടിനെ കുറിച്ച് പറയാനൊന്നുമില്ല, പോയിട്ടില്ല, നമുക്കറിയാം. നീ വരുമ്പം ചിരിയേകിടുമ്പം കൂടുമിമ്പം മനസാത്തിരമ്പം വാക്കും കൊറിച്ചിളവേൽക്കും തണലില് പൂക്കും നഖമൊരു ചങ്ങാട്ടം. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി. പാട്ടോ പകത്ത് സൗണ്ട് കേൾക്കൂല. പാട്ട് വോയിസ് ഓവർ അല്ല, ഇത് റോ ആണ്. റോ ആണ്. ഇതിന്റെ ജീവിതം നയിക്കണേ. കുറച്ച് പച്ചയായ ജീവിതം നിങ്ങൾ കാണാം. പച്ച കളർ ഷർട്ട്. ഇതാണ് ഡ്രൈവർ സ്പൾബർ. അദ്ദേഹം എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അതെന്താന്ന് മനസ്സിലാവുന്നില്ല. പാലക്കാട് എത്തിയോണ്ട് അതിന്റേതായ മാനസിക സംഘർഷങ്ങൾ നേരിട്ടുണ്ട്. നുഹു അവിടെ എന്തൊക്കെ കാട്ടുന്ന ശ്രദ്ധിക്കും. നമ്മളിപ്പോ എവിടെ എത്തി? മകളെ റൂട്ട് മാറി. സ്വാഭാവികം മാറിയില്ലേ? ഷുഗറാണോ? ഷുഗറോ? ആരെയോ അവിടെ ജംഗ്ഷൻ ഉണ്ടെന്നോ? വ്ളോഗ് എടുപ്പ് ആയതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ മുന്നിലിരിക്കാം. വഴി ഇറക്കി പറയും. ഇങ്ങോട്ടൊക്കെ വയ്യാണ്ട്, ഇങ്ങോട്ട് വൈകില്ലല്ലോ. ഞാൻ കാണട്ടെ. അല്ല, അങ്ങോട്ട് തന്നെയാണ്. ഞാൻ എന്തി കാട്ടണ അമ്മച്ചി കാണിക്കണോ?
നല്ല കിട്ടുട്ടോ. ഇത് ലാസ്റ്റ് ആണ്, ഞാൻ തിരിക്കല വണ്ടി പുറത്തിറങ്ങിട്ട് തിരിച്ചു വെച്ചോണ്ട്. നല്ല ആലോചിച്ച് പിന്നെ നീ ഇറങ്ങി മുന്നോട്ടിരിക്കടാ. കാറ ബൈക്ക് കൊടുത്തണെന്ന് പറഞ്ഞത്. ആ 2 വീലർ കൊടുത്താ പിന്നെ അങ്ങനത്തെ കാണിക്കാം. നോക്കുന്നില്ലേ കാറ് വെച്ചിട്ട് നോക്ക്. എല്ലായിട വയ്യും വയ്യോ ഇതടാ വഴി തന്നെയാണത് അല്ലേ? എന്താണ് ചെയ്യൊന്നും അറിയില്ല. അതാണ് മകളെ പറഞ്ഞപ്പോ മനസ്സിലായി. ഇതാണോ? എന്താണ് ഒരു കഷ്ടം തരുമോ? നെല്ലോ നെല്ല് നെല്ലല്ല, അതാ ഏറുമാടോ ഞങ്ങളൊരു ട്രിപ്പിലാണ്. നിങ്ങള് വിളിച്ചിട്ട് കിട്ടണില്ല. നിങ്ങള് എന്താ അത് കാണുമ്പോ ഉടൻ തന്നെ ഞങ്ങള് വിളിക്കണം. ഞങ്ങള് പാലക്കാട് ഞങ്ങൾ 5:30 ഇറങ്ങിയതാണല്ലേ. 4:30 നല്ലൊരു ഡ്രൈവാ. ഇപ്പൊ വിശന്ന് പള്ളാകെ വിശക്കുള്ളേ. എനിക്ക് നല്ല വിശക്കുണ്ട് സുബേച്ചി. ഒന്നും വാങ്ങി തന്നില്ലേ? ഡ്രൈവറായ ഞാൻ ഡ്രൈവർ ആദ്യം ഡ്രൈവറെ പണിയെടുക്കണം, എന്നിട്ടേ ഫുഡൊക്കെ ഉള്ളു. വല്ലതും കഴിച്ചോട്ടോ. എന്താടാ ഇങ്ങനെ പറയണ സുബേച്ചി? ഞങ്ങള് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് നിങ്ങൾ വേണമായിരുന്നു. അപ്പൊ ശരി, ബാക്കി പിന്നെ അയക്കാം. ഒരു ചായ തപ്പി ഇറങ്ങിയിട്ട് 1 മണിക്കൂറായി. ഫഹദ് ഹോട്ടൽ നല്ല ചായ കഴിച്ചാൽ 1 മണിക്കൂറായിട്ട് ഞങ്ങള് ചായക്ക് വേണ്ടി തപ്പി നടന്ന അവസാനം കണ്ടുപിടിച്ച സ്ഥലമാണിത്. നല്ല മുരിഞ്ഞ വട ഉണ്ട്. നല്ല മുരിഞ്ഞ വട, ചമ്മന്തി. കൂനാണ് കാളൻ. ചിക്കൻ കാളുന്നുണ്ടല്ലോ. ചിക്കനും കൂനും കൂടെയാണോ കാളൻ? ഞങ്ങൾ 1 മണിക്കൂർ നേരം തപ്പിയിട്ട് കണ്ടുപിടിച്ച കടയാണ്. നല്ല വടയും. അല്ല പക്ഷെ ഇവിടെ ഞായറാഴ്ച ആയിട്ട് കടയെല്ലാം അവധിയാണ്. നല്ല രസമുണ്ട്. കാരണം 3 കൂട്ടം കറികളുണ്ട്. കുടിക്കാൻ വെള്ളം, ചായ പോരും. പാലക്കാട് നീ മനസ്സിൽ വിചാരിച്ച പാലക്കാട് ഇതാണോ നൂമാൻ? അല്ല, നോക്കടാ അടിപൊളി. ഞങ്ങൾ അങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഡ്രീം ഡെസ്റ്റിനേഷൻ. പാലക്കാട് എത്തിയ സ്ഥിതിക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എടാ നല്ല രസമുണ്ട്. പറയാനുള്ള എന്താ വെച്ചാല് വെയിലുള്ളത് കൊണ്ട് തന്നെ നമ്മള് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വന്നത്. ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ്. അല്ലല്ല,
ബ്യൂട്ടിഫുൾ ആണ്. നുഹു കംപ്ലീറ്റ്ലി ഔട്ടാന്ന് തോന്നുന്നുണ്ട്. എന്താണ് നിന്റെ ആവറേജോ? എടാ അതെന്താന്ന് അറിയോ, പ്രകൃതി ആസ്വദിക്കാൻ അറിയണം. പരമാവധി 4 പേര്, നമ്മൾ കറക്റ്റ് 4 4 ആൾക്കാരാണുള്ളത്. കൊടുവള്ളിയുടെ സ്വന്തം നിത്യാവലോക് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. ചുടുവേലത്ത് ഹുടിയിട്ടുകൊണ്ട് നടക്കുന്ന കുറച്ചും കൂടെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് വെയിലില്ലാത്തോണ്ട് അടിപൊളിയാവും. കൊല്ലംകോട് നല്ല അടിപൊളി. ഓ യെസ്. ഇങ്ങനെ രണ്ടാമത്തെ പ്ലേസിൽ വന്ന് രണ്ടാമത്തെ സ്ഥലത്ത് മൂഞ്ചിരിക്കുന്നത് ലിക്വിഡ് എടുക്കാതെ ചായ കുടിക്കാൻ വന്നത്. ചെല്ലൻ ചേട്ടന്റെ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വന്നത്. കയ്യില് പൈസ ഇല്ല. അറിയാം. നമ്മുടെ വ്ളോഗർ നിത്യ പറയുന്നത് വേറെ ഒന്നല്ല. ആദ്യം ഞങ്ങള് കൊല്ലങ്കോടേക്ക് പോയി. അവിടെ നല്ല കടുത്ത വെയിലായത് കാരണം അടുത്ത സ്പോട്ട് പിടിച്ചു. ചെല്ലൻ ചേട്ടന്റെ ചായക്കട. ഇവിടെ ഒരു കുസൃതി മാറാത്ത കുട്ടിയുണ്ട്, വയ്യാത്തൊരു കുട്ടിയുണ്ട് അവിടെ. ഇനിയിപ്പോ ഇവിടുന്ന് ആരോടെങ്കിലും ഒരു 100 രൂപ എങ്ങനെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് തരാൻ വഴിയുണ്ടോന്ന് അഭ്യർത്ഥിക്കണം. ഗൈസ് ഇവിടെ ഒരു പട്ടിയുണ്ട്. ആളൊരു നിശബ്ദനാണ്, പോണത്ര സേഫ് അല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാം. വാവ് ആണ് അമ്മയില്ല. ആണാണ്. ആ ഇത് കണ്ടിട്ട് മയിലെന്ന് പറഞ്ഞ വ്ളോഗർ നിത്യ. ഇതാണ് നമ്മുടെ ചെല്ലൻ ചേട്ടൻ. ഞങ്ങൾ കോഴിക്കോട് ഗൂഗിൾ പേ ഉണ്ടെന്നാണ് ഗൈസ് ഇവിടെ പറഞ്ഞത്. അതെ ഗൂഗിൾ പേ അല്ലേ? 2 പരിപ്പോടി 4 ഇവിടെയാണ് ഓർഡർ എടുക്കുന്നത്. ഞങ്ങൾ വാങ്ങിയ ഇരുന്നാലോ ഉള്ളില. നല്ല ചൂടുള്ള കർമ്മല ചട്നി ഉണ്ട്. ചട്നി പശ്ചിമ ഘട്ട മലനിരകളിൽ മാത്രം ഇട്ട് തേങ്ങുന്നുണ്ടെങ്കിൽ പാണെന്ന് വെച്ചാല് ഞങ്ങൾ രാവിലെ 9 മണിക്ക് വന്നാണ്. വീണ്ടും ഇവിടെ തന്നെ എത്തി. എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിപ്പിക്കണം എന്നാണ്. വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം. ഒന്നാമത് ഇന്നെപ്പോലത്തെ ഒരാൾ ഓൾറെഡി കാട്ടുമുക്കുന്ന വരുന്നത്. എവിടെയും ഇതേപോലുള്ള കാടുകൾ കാണാം. ഞങ്ങളങ്ങനെ വൈകുന്നേരം വീണ്ടും വന്നിരിക്കുകയാണ് കൊല്ലങ്കോട്. രാവിലെ ഇവിടെ വന്നു, പക്ഷെ നല്ല വെയിലായിരുന്നു. വെയിലായതുകൊണ്ട് ഞങ്ങൾക്കൊരു ചടച്ചു. കാരണം അത്ര ഞങ്ങൾ കോഴിക്കോട് നിന്ന് 150 കിലോമീറ്റർ ഓടി വന്നിട്ട്
വണ്ടി ഓടിച്ച് വന്നിട്ട് ഇവിടെ എത്തി നോക്കുമ്പം ഫുള്ള് വെയിലാ, ഒന്നും കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ പ്ലാൻ മാറ്റി നേരെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് ഇവിടെ വീണ്ടും വന്നു. ഇപ്പൊ ഇവിടെ അടിപൊളിയാണ്. ആയിട്ടില്ല, പറഞ്ഞോ, പേര് പറഞ്ഞോ. My name is Radha Krishna. ആ, വീട് അമ്പലപ്പടി കല്ലൂർ. ഇയാള് അദർവ. ഒരാള് മിസ്സായല്ലോ, ഇവിടെ ഒരാള് മിസ്സായി. പേര് പേരെന്താ? സൂപ്പർ ആണല്ലോ. ബൈ 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 ബൈ. മുഖം വൃത്തിണ്ടോ ഒന്ന് കാണിച്ചോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു പാലക്കാട് ട്രിപ്പ്? പാലക്കാട് ട്രിപ്പ് അടിപൊളിയാണ്. ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. വൈകുന്നേരം ഈ സമയത്ത് വരണം, ഒരു വെയിലാറുന്ന സമയത്ത് വരണം, ഒരു 4 മണി 4:30 സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ വരണം. ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്, കുറേ ദൂരത്തുനിന്ന്, മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും എന്താണ്, ഒരു ഹെക്റ്റിക് ലൈഫിൻ്റെ ഇടയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. നല്ല ഈവനിങ്ങിൽ ഇങ്ങനെ നല്ല പച്ചപ്പും കാറ്റും എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. ഇനി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.